ഹായ് ഫ്രണ്ട്സ്, ഇതാണ് മഹാരാഷ്ട്രയിലെ അംബോലി വാട്ടർഫാൾ. അംബോലി മഹാരാഷ്ട്രയുടെ ചിറാപുഞ്ചി എന്ന് വിളിക്കപ്പെടുന്ന മഴയുടെ നഗരം കൂടിയാണ് കേട്ടോ. നിങ്ങൾ അടുത്ത മൺസൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അംബോലി വാട്ടർഫാൾ മറക്കണ്ട. അപ്പോൾ ഇവിടേക്കുള്ള യാത്ര ഒന്ന് കണ്ടാലോ? വാ പോവാം. ഈ അംബോലി മഹാരാഷ്ട്രയുടെ ചിറാപുഞ്ചി എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം മിനിമം 3 മീറ്റർ തൊട്ട് 7 മീറ്റർ വരെയാണ് ഇവിടുത്തെ റെയിൻഫാൾ എന്ന് പറയുന്നത്. ഞാനിവിടേക്ക് പോയത് ട്രെയിനിലായിരുന്നു. ട്രെയിൻ യാത്ര ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, പക്ഷേ ട്രെയിനിൽ വരുന്നതാണ് ഇതിലൂടെ നല്ലത് എനിക്ക് തോന്നി. കാരണം ഈ കൊങ്കൺ റെയിലും ആസ്വദിക്കാനായിട്ട് അത് ഈ റെയിൽവേ കൂടെ തന്നെ വരും. അംബോലി വാട്ടർഫോൾ കാണാനായിട്ട് പോയ ഞാൻ കാസിൽ റോക്ക് എത്തിയപ്പോഴാണ് ഒന്ന് സർപ്രൈസ് ആയത്. കാരണം പലരും ദൂസാഗർ വാട്ടർഫാളിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിയിലാണ് അതെന്നും പറയുന്നുണ്ടായിരുന്നു. അവർ ഹിന്ദിയിലേക്ക് സംസാരിച്ചിരുന്നത്. ഞാനതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ അത് കാണാൻ പറ്റുമെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡോറിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയായിരുന്നു. കാരണം വാട്ടർഫോൾ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അടുത്തേക്ക് വരുമല്ലോ. അപ്പോൾ പുറകിലായി കഴിഞ്ഞാൽ എനിക്കൊന്നും കാണാനും പറ്റില്ല, ക്യാമറയിൽ എടുക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഡോറിൻ്റെ അടുത്ത് തന്നെ വന്ന് കുറേ നേരമായിട്ടുള്ള നിൽപ്പാണ്. ഇതിനിടയിൽ ഒരുപാട് ടണലിനുള്ളിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏകദേശം ഒരു 90-അടുപ്പിച്ച് ടണലുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 10-14 ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയതായിട്ട് ഞാൻ കൗണ്ട് ചെയ്തു. ട്രെയിൻ ഒരു 14 ടണലിനുള്ളിലൂടെ പോയി എന്ന് പറഞ്ഞില്ലേ, അതിലിത്തിരി ലെങ്തി ആയിട്ടുള്ള ടണലായിരുന്നു ഇത്. ഇത് നിങ്ങൾക്ക് ഇത്തിരി മടുപ്പില്ലാതിരിക്കാനായിട്ട് ഞാനിത്തിരി സ്പീഡിൽ ഓടിച്ച് കാണിച്ചത് മാത്രം. പിന്നെ അത് മാത്രമല്ല, ഈ മൺസൂൺ ടൈമിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാട്ടർഫാൾ, ചെറിയ ചെറിയ വാട്ടർഫാൾ നിങ്ങൾക്ക്, അതുപോലെ തന്നെ അരുവികൾ ഈ ട്രെയിൻ യാത്രയിലൂടെ നീളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അരുവികളും അതുപോലെ തന്നെ വാട്ടർഫാളുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇവരൊന്നും എൻ്റെ കൂടെയുള്ളതല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഇവരൊക്കെ ഈ വാട്ടർഫാൾ കാണാനായിട്ട്, അതായത് ദൂസാഗർ കാണാനായിട്ട് ഡോറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഇരിക്കാൻ ചെറിയൊരു ധൈര്യമൊന്നും പോരാ. കാരണം ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ, ഒന്ന് കാല് തെറ്റി താഴെ വീണ് കഴിഞ്ഞാൽ എത്രയും താഴത്തേക്കാണ് വീണ് പോവുക. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കോടമഞ്ഞ് വന്ന് പോകുന്നുണ്ട്. പിന്നെ ഇതിലെ വരുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിന് മുകളിലേക്ക് കല്ലുകളും മണ്ണും ഒക്കെ വീണ് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് ഇവിടുത്തെ റെയിൽവേ ആണോ അതോ ടൂറിസം വകുപ്പാണോ ചെയ്തിരിക്കണമെന്ന് അറിയില്ല. പാറകളെല്ലാം വല വെച്ച്, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് എല്ലാം അവർ സ്റ്റീലിന്റെ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അത് കാരണം കല്ലുകൾ ഉരുണ്ട് ട്രെയിനിൽ മുകളിൽ വീണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. നെറ്റിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ അത്തരം അപകടങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞതായിട്ട് കാണാനുണ്ട്. സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ട്രെയിൻ അടുത്തൊരു ടണലിനുള്ളിൽ കൂടെ പോയി. അങ്ങനെ അവസാനം എനിക്കൊരു സൗണ്ട് കേട്ടു തുടങ്ങി. നല്ല രീതിയിൽ വെള്ളം വീഴുന്ന സൗണ്ടാണ്. പിന്നീട് മനസ്സിലായത് അത് ദൂസാഗർ വാട്ടർഫാൾ ആണ്.
നേരിട്ട് കാണാൻ അത് അതിമനോഹരമാണ്. പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ അത് ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഏകദേശം 4 ഘട്ടങ്ങളായിട്ടാണ് ദൂദ്സാഗർ ഒഴുകി പോകുന്നത്. അതിൽ ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിലെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ട്രെയിനിൻ്റെ മറു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒരു ഏരിയ ഉണ്ട്, പക്ഷെ അവിടെ കോട വന്ന് മൂടിയിരിക്കുന്നത് കാരണം അതൊന്നും കാണാനില്ല. ഒരു ദിവസം ഇവിടേക്ക് മാത്രമായിട്ട് എന്തായാലും വരണം. മിക്കവാറും അത് അടുത്ത മൺസൂണിൽ ഞാനിവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ദൂദ്സാഗർ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സീറ്റിൽ വന്നിരുന്നപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ആൾക്കാരുടെ കൂക്കും വിളിയും കേട്ടത്. വന്ന് നോക്കിയപ്പോൾ ഇതാ ദൂദ്സാഗറിന്റെ അകലെ നിന്നുള്ളൊരു വ്യൂ. ശരിക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത ശരിക്കും എനിക്ക് മനസ്സിലായത്. പക്ഷെ അത് അത്രയും ദൂരത്തിലായത് കാരണം അത്രയും ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെ ഒരു ബ്രിഡ്ജ് പോലെ കണ്ടില്ലേ, ആ ഭാഗത്തോടെയാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ വന്നത്. ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇത് വളരെ അതിമനോഹരമായിട്ട് പിടിക്കായിരുന്നു. അങ്ങനെ എല്ലാവരും ദൂദ്സാഗർ വാട്ടർഫാൾ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇതിനിടയ്ക്ക് ഞാൻ മഡ്ഗോൺ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി ഞാൻ എൻ്റെ സാവന്ത്വാടിയിലേക്കുള്ള ട്രെയിനിൽ കയറി. പിന്നെ അമ്പോളിയിലേക്കാണ് നിങ്ങൾ വരുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ റെയിൻകോട്ടും അതുപോലെ തന്നെ ഫോണിനൊരു വാട്ടർ പ്രൂഫ് കവർ എടുക്കാനും മറക്കണ്ട. അത് നമുക്ക് ഇവിടെ മഡ്ഗോൺ സ്റ്റേഷൻ തന്നെ കിട്ടും. സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ എനിക്ക് ഒരു ഓട്ടോ കിട്ടി. ആളൊരു 200 രൂപയാണ് ചാർജ് പറഞ്ഞത്. പിന്നെ രാത്രി ഇത്രയും നേരം വഴിയ കാരണം ഞാൻ അധികം വില പേശാനൊന്നും നിന്നില്ല. നേരെ ഓട്ടോയിൽ കയറി സാവന്ത്വാടി ബസ് സ്റ്റാൻഡിനടുത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിലാക്കാൻ പറഞ്ഞു തന്നെ. ആളെന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുവിട്ടായിരുന്നു. കാലത്ത് എണീറ്റ് കർട്ടൻ മാറ്റി നോക്കിയപ്പോഴാണ് കാണുന്നത്. കറക്റ്റ് ബസ് ടെർമിനലിന് അടുത്തുള്ള ഒരു ഹോട്ടലാണ് ആളെന്നെ കൊണ്ടുവന്നാക്കിയത്. പിന്നെ അധികം നേരം ഞാൻ അവിടെ നിന്ന് നേരം കളഞ്ഞില്ല. നേരെ ടെർമിനലിൻ്റെ അടുത്തേക്ക് വന്നു. നമ്മുടെ റൂം പോയി ചേട്ടൻ എനിക്ക് ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നിരുന്നു. ഞാൻ ആ വഴി കൂടെ നടന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്നിരുന്ന ഒരു കണ്ടക്ടറിനോട് ഞാൻ സാവന്ത്വാടിക്ക് പോകുന്ന ബസ് അതൊന്ന് ചോദിച്ചു. ആളൊരു ബസ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ഞാൻ അതിൽ കയറിയിരുന്നു. പിന്നെ എൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേറെ ആരും ഇല്ലാത്ത കാരണം ഞാൻ തന്നെ അവിടെ ഇവിടെയും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. ഇത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ബസ് പോലെയൊന്നുമല്ല, വളരെ വൃത്തിയായിട്ടാണ് അത് കൊണ്ടു നടക്കുന്നത്. നമുക്കിവിടെ USB ചാർജ് ചെയ്യാം ഫോണ്. പിന്നെ ഞാൻ ആദ്യം കയറിയിരുന്നത് കുറച്ച് പുറകിലായിപ്പോയി. അത് കാരണം എനിക്ക് വിഷ്വൽസ് ഒന്നും കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റണ്ടായിരുന്നില്ല. മുന്നിലേക്ക് കയറിയിരിക്കുന്നുണ്ട്, പക്ഷേ ഈ ക്യാമറയും പിടിച്ച് മുന്നിലിരിക്കാനുള്ള ഒരു മടി കാരണം ഞാൻ അത് ചെയ്തില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഡ്രൈവറെ നേരെ ബാക്കിലുള്ള സീറ്റിൽ വന്നിരുന്നു. ബസ്സിൻ്റെ സ്പീഡ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ബസ്സിൻ്റെ സ്പീഡ് ഇത്തിരി കൂട്ടി, ഇല്ലെങ്കിൽ അവിടെ എത്തില്ല പെട്ടെന്ന്. അതിനിടയിൽ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ എൻ്റെ അടുത്ത് സ്ഥലത്ത് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി ബാഗൊക്കെ തോളിലിട്ട് നോക്കുമ്പോൾ കുറച്ച് വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നതായിട്ട് കണ്ടു. ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകണമെന്ന് വെച്ചാൽ അപ്പുറത്തൊരു വാട്ടർഫോൾ ഉണ്ടായിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞ് നോക്കിയപ്പോൾ ബാക്കിലത് അമ്പോലി വാട്ടർഫോൾ. അപ്പോൾ ഇവിടേക്ക് എത്താൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ട്രക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെയാണ് ഈ വാട്ടർഫോൾ. അങ്ങനെ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഷൂവും കാര്യങ്ങളൊക്കെ ഊരി വെച്ച് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. തരക്കേടില്ലാത്ത തണുപ്പുണ്ടായിരുന്നു വെള്ളം. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ അതിമനോഹരമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്.
ഈ പടികൾ വലിയ സ്ലിപ്പറി ഒന്നുമല്ല, എന്നാലും ചില സ്ഥലങ്ങളിൽ കുറച്ച് സ്ലിപ്പറി ആണ്. കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പോൾ നിറച്ച ആൾക്കാരായി. ഇതിപ്പോൾ എവിടെ ഫ്രെയിം വെച്ചാലും അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ എന്നുള്ള രീതിയിലായി. ഏതവനാണോ ഈ പോസ് ചെയ്യുന്നത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ വായ നോക്കി കുരങ്ങെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇനത്തിൽപ്പെട്ട കുരങ്ങനാണ് ആയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർ ഇവിടെ അധികം വരാറില്ല എന്ന് തോന്നുന്നു. കാരണം ഒറ്റ മലയാളി പോലും ഞാനിവിടെ കണ്ടില്ല. ഇത് കാണുന്ന നിങ്ങൾ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം. നിങ്ങൾ വരുമ്പോൾ അത് മൺസൂൺ സീസണിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ ഇതിൻ്റെ ഒരു പൂർണ്ണ ഭംഗിയിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡേഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടൻ ഒരു ചെറിയ ടീ സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കയറി നോക്കിയപ്പോൾ അധികം കഴിക്കാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. ചായയും അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ബ്രെഡ് ഓംലെറ്റും അതുപോലെ തന്നെ ഒരു ചായയും പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ബസ് എപ്പോഴാണ് റിട്ടേൺ വരിക എന്നുള്ളതൊന്നും അറിയണം. ബസ് കാത്ത് ബോറടിച്ച് നിന്നപ്പോൾ ഒന്ന് സെൽഫി എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് സൈഡിൽ നിന്ന് കുറച്ച് ശബ്ദങ്ങളും കോലാഹലങ്ങളൊക്കെ കേട്ടത്. അപ്പൊ എന്തായാലും അവിടെ വരെ പോയി വരാന്ന് വിചാരിച്ചു. ഇനി അവിടെ എന്താണാവോ ഒന്ന് നോക്കാം. ചെറുതായിട്ട് മഴ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് പോകുമ്പോൾ. അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഒരു ചെറിയ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു 4-5 പേര് നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മഴ വളരെയധികം കൂടി. എൻ്റെ കയ്യിൽ എൻ്റെ മിറർലെസ് ക്യാമറ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മഴ നനയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തിരിച്ചോടി. ഇവിടെ വെച്ച് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയായിരുന്നു. കണ്ടില്ലേ, മഴ പെട്ടെന്ന് കൂടി.
പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അടുത്ത് കണ്ട ചേട്ടൻ്റെ ടീ ഷോപ്പിലേക്ക് ഓടിക്കയറി. പിന്നെ ആളാണ് എന്നെ റെയിൻകോട്ട് ഇടാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റെയിൻകോട്ട് ഇടാൻ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. എൻ്റെ ബാക്കിൽ ക്യാമറ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ വേറൊരു ചെറിയ ബാഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇടാനായിട്ട് ബാക്കിൽ കൈയെത്തിച്ചിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനൊരാളുടെ ഹെൽപ്പ് തന്നെ വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മഴ കുറയുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. അപ്പം ഞാൻ വീണ്ടും അവിടം വരെ ഒന്ന് പോയി. എന്താ കേസെന്നൊന്നും അറിയണല്ലോ. ക്യാമറ ഒക്കെ ബാഗിലെടുത്ത് വെച്ച് ഒരു ബാഗ് ഫ്രണ്ടിലും ഒരു ബാഗ് ക്യാമറ ബാഗ് ബാക്കിലും വെച്ച് ഞാൻ അവിടെ നിന്ന് പോയി. അവിടെ നിന്ന് പോയപ്പോഴാണ് അവരുടെ എൻജോയ്മെൻറ്റ് ശരിക്കും ഒന്ന് കാണാൻ പറ്റിയത്. ഞാൻ അവരുടെ കൂട്ടത്തിലൊന്ന് കൂടിയായിരുന്നു. പിന്നെ ആ വാട്ടർഫാളിൻ്റെ വീഡിയോസും ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്തായാലും നിങ്ങളതൊന്ന് കണ്ടേക്ക്. പിന്നെ അമ്പോലിയിൽ വന്നിട്ട് ഞാൻ ഫുൾ എൻജോയ് ചെയ്തത് ഈ രണ്ടാമത്തെ വാട്ടർഫാളിലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഈ പ്രദേശം മൊത്തം കോടയിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ് വന്ന് പോയോന്നും അറിയില്ല. ആരടുത്ത് ചോദിക്കാനൊന്നും ഒരു ഓപ്ഷനില്ല. ആരടുത്ത് ചോദിക്കുക എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരാളെയും കാണാനുമില്ല. സമയം ഒരുപാടായി. അവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ബസ് വരാൻ ഇനി ഒരുപാട് ടൈം ഉണ്ടല്ലോ. അങ്ങനെ അവസാനം ബസ് വന്നു. ബസ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം അത്രയും മഴ കൊണ്ട് ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ക്യാമറ എല്ലാം കെട്ടിപ്പൂട്ടി ബാഗിലെടുത്ത് വെച്ചായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബസ്സിൽ നേരെ തിരിച്ച് സാവന്തവാടി ടൗണിലെത്തി. ടൗണിൽ നിന്ന് 200 രൂപ കൊടുത്ത് ഓട്ടോയിൽ സാവന്തവാടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. कृपया लक्ष द्या. सावंतवाडी वरून येणारी दादर लालजांभळी गाडी नंबर 1104 सावंतवाडी दादर.